ഉപതെരഞ്ഞെടുപ്പിൽ ആര് നേടും? ITV ന്യൂസിന്റെ നിരീക്ഷണം ഇതാണ്. പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിന്റെയും ഫലം വരുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ മൂന്ന് മുന്നണികളുടെയും നേതാക്കൾ ആശങ്കയിലാണ്. കാരണം മുന്നണികൾ തമ്മിൽ വളരെയേറെ വാശിയേറിയ മത്സരമാണ് നടന്നതെങ്കിലും വോട്ടെടുപ്പിൽ ജനങ്ങൾ അത്ര ആവേശം കാണിച്ചില്ല എന്നതാണ് മൂന്ന് മുന്നണികളെയും ആശങ്കപ്പെടുത്തുന്നത്. നിലവിലുള്ള മുന്നണി രാഷ്ട്രീയ സംവിധാനങ്ങളോടുള്ള ജനങ്ങളുടെ വിരക്തിയാണ് ഈ സൂചിപ്പിക്കുന്നത് എന്ന് കൃത്യമായി നമുക്ക് പറയുവാൻ സാധിക്കും. ഏതവൻ വന്നാലും ഞങ്ങൾക്ക് എന്താണ്, ജയിച്ചാൽ അവർക്കും അവരുടെ കുടുംബത്തിനും പാർട്ടിക്കും കൊള്ളാം എന്നതാണ് ഒരു ശരാശരി വോട്ടറുടെ മനോഭാവം. മൂന്ന് മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വയനാട്ടിൽ കഴിഞ്ഞ തവണ 72.92% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ അത് വെറും 64.72 കുറഞ്ഞു. 8% വോട്ടിന്റെ കുറവ്. പ്രിയങ്ക ഗാന്ധിയെ അടക്കം കളത്തിലിറങ്ങിയ തിരഞ്ഞെടുപ്പായിരുന്നു എന്നോർക്കണം. പാലക്കാട് 2021 75.44% വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ ഇത്തവണ അത് 70.52% കുറഞ്ഞു. ചേലക്കരയിൽ 2021 പോളിംഗ് ശതമാനം 77.46% രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ അത് 72.77% കുറഞ്ഞു. അതായത് പാലക്കാടും ചേലക്കരയും കഴിഞ്ഞ തവണത്തേക്കാൾ 5% വീതം കുറവ് വോട്ടാണ് പോൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് കോഴിക്കോട്ടായിരുന്നു, 80.50%. ഇത്തവണ ഏതെങ്കിലും ഒരു പാർട്ടിയോടോ പ്രത്യയ ശാസ്ത്രത്തോടോ ഏതെങ്കിലും ഒരു നേതാക്കന്മാരോടോ ഒരു സമുദായത്തോടോ ജനങ്ങൾക്ക് പ്രത്യേക പ്രതിപത്തിയും ആവേശവും ഒന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അത് ചിലർക്ക് ആശ്വാസത്തിന് വകയും നൽകുന്നു. ഇടതുഭരണത്തോടുള്ള അമിതമായ വിദ്വേഷവും പ്രതിപക്ഷത്തോടുള്ള അമിതാവേശവും BJPയിൽ ഒരു പ്രതീക്ഷയും ഒന്നും ജനങ്ങൾ വെച്ചിട്ടില്ല എന്ന് ഈ വോട്ടിംഗ് ശതമാന കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മൂന്ന് മുന്നണികൾക്കും അമിതമായി ആഹ്ലാദിക്കുന്നതിനോ നിരാശപ്പെടുന്നതിനോ വകയില്ല. കൃത്യമായ റിസൾട്ട് നമുക്ക് നാളെ അറിയാം. ഇനി മണിക്കൂറുകൾ മാത്രമുള്ള ഫലത്തിനു വേണ്ടി മൂന്ന് മുന്നണികളും നെഞ്ചിരിപ്പോടെ കാത്തിരിക്കുകയാണ്. ഈ മാസം 13-നായിരുന്നു വയനാട് ചേലക്കര മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ്. പാലക്കാട് രഥോത്സവം കാരണം വോട്ടെടുപ്പ് 20-നായിരുന്നു നടത്തിയത്. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ഏതാണ്ട് 11 മണിയോടെ വിജയികൾ ആരുന്നതിൽ ഒരു വ്യക്തതയുണ്ടാവും. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് ബാലറ്റ് പെട്ടികൾ സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ തന്നെയാവും വോട്ടെണ്ണൽ. ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രം പാലക്കാടായിരുന്നു. പാലക്കാട് കഴിഞ്ഞ തവണ BJP വിജയത്തിന്റെ പടിവാതിക്കൽ വരെ എത്തിയിരുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം E. ശ്രീധരൻ എന്ന സ്ഥാനാർത്ഥിയുടെ മികവായിരുന്നു. ഷാഫി പറമ്പിൽ 2021 38.06% വോട്ടുകൾ നേടിയപ്പോൾ E. ശ്രീധരൻ 35.34% വോട്ടുകൾ നേടുകയുണ്ടായി. വെറും 3859 വോട്ടുകൾക്കാണ് E. ശ്രീധരൻ പരാജയപ്പെട്ടത്. ഇടത് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് CB പ്രമോദ് 25.64% വോട്ടുകളോടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് BJP സ്ഥാനാർത്ഥി ഇത്തവണ വീക്കാണ്. BJP കേരള ഘടകം ചൂടും ചുരും നഷ്ടപ്പെട്ട് തമ്മിലടിയും ചക്കളുത്തിപ്പോരുമായി മുന്നോട്ട് പോകുന്ന അവസ്ഥയിലുമാണ്. അതുപോലെ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത് പാർട്ടിയിലെ അണികൾക്കിടയിൽ അമർഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് ജയപരാജയങ്ങളെ സ്വാധീനിക്കില്ല. പക്ഷേ ശത്രുക്കൾക്ക് അടിക്കുവാനുള്ള ഒരു വടി BJP ആയി തന്നെ നൽകിയത് അവരുടെ പരാജയത്തിന്റെ ശതമാനം ഉയർത്തുക തന്നെ ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം 40%-നും 47%-നും ഇടയ്ക്ക് വോട്ട് നേടി വിജയിക്കും എന്നാണ് ITV ന്യൂസിന്റെ നിഗമനം. കാരണം കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്ന BJPയുടെ സ്ഥാനാർത്ഥിയേക്കാൾ വീക്കാണ് ഇത്തവണത്തെ BJP സ്ഥാനാർത്ഥി. അതുപോലെ BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആ അപ്പീലിംഗ് ഇപ്പോഴില്ല. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഭിന്നിപ്പിക്കാമെന്ന് BJP പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും മണിപ്പൂർ വിഷയത്തിലെ നിലപാട് അത് പാടെ തകർത്തു. അതുപോലെ BJPയിലെ പടലപ്പണക്കവും ഏകോപനമില്ലായ്മയും സുരേന്ദ്രന്റെ കഴിവുകേടുമെല്ലാം ഇത്തവണ പാലക്കാട് വോട്ട് ശതമാനത്തിൽ പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതുപോലെ പാലക്കാട് സരിനെ നിർത്തിയിട്ടും ഇടതുപക്ഷത്തിന് BJPയെ വെട്ടി 2ാം സ്ഥാനത്ത് വരാനായാൽ അത് അവരുടെ ഒരു നേട്ടമായി വിലയിരുത്തപ്പെടും. കാരണം കഴിഞ്ഞ തവണത്തേക്കായാലും നില മെച്ചപ്പെടുത്താനായി എന്ന് ഇടതുപക്ഷത്തിന് പറഞ്ഞ് പിടിച്ചു നിൽക്കാം. പാലക്കാട് 3ാം സ്ഥാനത്തേക്ക് BJP പിന്തള്ളപ്പെട്ടാൽ K. സുരേന്ദ്രന്റെ കാര്യത്തിനും ഏതാണ്ട് ഒരു തീരുമാനമാകും. സുരേന്ദ്രന്റെ മാറ്റത്തിനായി പാർട്ടിക്കുള്ളിൽ നിന്നും മുറവിളി ഉയരും.
വയനാട്ടിൽ രാഹുലിന്റെ പിൻഗാമിയായി പ്രിയങ്ക ഗാന്ധിയാണ് വരുന്നത് എന്ന് ഊഹാപോഹങ്ങൾ ഉയർന്നു തുടങ്ങിയപ്പോൾ തന്നെ വയനാട്ടിൽ പ്രിയങ്കയുടെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാവാം ഒരുപക്ഷെ തിരഞ്ഞെടുപ്പും അത്ര വാശിയേറിയതല്ലായിരുന്നു. പരാജയം ഉറപ്പിച്ച മട്ടിൽ വെറും ബലിയാടുകളെയാണ് BJPയും ഇടതുപക്ഷവും വയനാട്ടിൽ ഇട്ടുകൊടുത്തത്. LDFിനു വേണ്ടി സത്യൻ മൊകേരിയും NDAയ്ക്ക് വേണ്ടി നവ്യ ഹരിദാസുമാണ് രംഗത്തിറങ്ങിയത്. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനമാണ് വയനാട്ടിൽ ഇത്തവണ രേഖപ്പെടുത്തിയത്. 64.72% പോളിംഗ് ആണ് അവിടെ ഉണ്ടായത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 73.57% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലമായിരുന്നു വയനാട്. ഇത്തവണ 8% കുറവ്. പോളിംഗ് കുറഞ്ഞ വയനാട്ടിൽ അട്ടിമറിയൊന്നും പ്രതീക്ഷിക്കപ്പെടുന്നില്ല. എങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്ര എന്നതിൽ മാത്രമാണ് ആകാംക്ഷ. അതേസമയം വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഐക്യ ജനാധിപത്യ മുന്നണിയെ ആശങ്കയിലാഴ്ത്തുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുലിനേക്കാളും കുറയ്ക്കാനായാൽ അത് ഇടതുപക്ഷത്തിന്റെയും BJPയുടെയും നേട്ടമായി അവർ അവകാശപ്പെടും. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി 59.69%, അതായത് 6,47,445 വോട്ടുകൾ നേടിയപ്പോൾ രണ്ടാം സ്ഥാനത്തെത്തിയ ഇടതുപക്ഷത്തിന്റെ ആനി രാജ നേടിയത് 26.09% വോട്ടുകൾ മാത്രം. BJP സംസ്ഥാന അധ്യക്ഷൻ ഗണപതിവട്ടം സുരേന്ദ്രൻ നേടിയതാവട്ടെ വെറും 13% വോട്ടുകൾ മാത്രം, അതായത് 1,41,045 വോട്ടുകൾ മാത്രം. വയനാട്ടിലെ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതും അതുപോലെ ഭൂരിപക്ഷം കുറയ്ക്കാനായാലും LDFിനും BJPയ്ക്കും അത് പറഞ്ഞ് നാണക്കേട് മറയ്ക്കാം, പിടിച്ചു നിൽക്കാം. എന്നാൽ വയനാട്ടിലെ ജനങ്ങളുടെ മനസ്സ് എത്രത്തോളം അസ്വസ്ഥമാണ് എന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നു. വയനാട്ടിൽ തേനും പാലും ഒഴുക്കിയാലും, വയനാട്ടിൽ ഉണ്ടായത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചാലും, പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ച് കൊടുത്താലും വയനാട്ടിൽ ഇതേ സംഭവിക്കൂ, പ്രിയങ്കയെ വിജയിക്കൂ എന്ന് മനസ്സിലാക്കി തന്നെയാണ് BJP സർക്കാർ വയനാട് ദുരന്തത്തിൽ നിഷ്ക്രിയമായ നിലപാടെടുത്തത്. അതുകൊണ്ട് തന്നെ വയനാട് റിസൾട്ട് ഏതൊരു സാമാന്യ ബുദ്ധിയുള്ളവർക്കും പ്രവചിക്കാം. പ്രിയങ്ക വിജയിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സത്യൻ മൊകേരി 2ാം സ്ഥാനത്തും BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് 3ാം സ്ഥാനത്തും എത്തും. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം പാലക്കാടും വയനാടും ജയിക്കുക എന്നതിനേക്കാളും ചേലക്കര നിലനിർത്തുക എന്നതാണ് പരമപ്രധാനം. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും ശ്രദ്ധ കൊടുത്ത, ഫീൽഡിൽ നന്നായി വർക്ക് ചെയ്ത മണ്ഡലവും ചേലക്കരയാണ്. കോൺഗ്രസിനെയും BJPയെയും മറ്റ് 2 മണ്ഡലങ്ങളിലും പരമാവധി വിവാദങ്ങൾ ഉണ്ടാക്കി അവിടെ തളച്ചിട്ട് ഇടതുപക്ഷത്തിന്റെ ശ്രദ്ധ മുഴുവൻ ചേലക്കരയിൽ നൽകി നന്നായി ഫീൽഡിൽ അവർ പണിയെടുത്തിട്ടുണ്ട്. ഇടതിന്റെ ഇരയിൽ കുരുങ്ങി കോൺഗ്രസിന്റെ നല്ലൊരു ശതമാനം സമയവും ആളും മർത്തവും എല്ലാം വിനിയോഗിക്കപ്പെട്ടത് പാലക്കാടാണ്. ഇടതുപക്ഷത്തിന് ഇത്തവണ ആകെയുള്ള പ്രതീക്ഷ ചേലക്കരയാണ്. കെ രാധാകൃഷ്ണന്റെ ജനകീയതയും വികസന നേട്ടങ്ങളും വോട്ടാക്കാനാണ് ചേലക്കരയിൽ CPM ശ്രമിച്ചത്. ഇടതുകോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന ചേലക്കര 1996 മുതൽ അവരുടെ കൈകളിൽ സുരക്ഷിതമാണ്. കഴിഞ്ഞ തവണ ഇടത് സ്ഥാനാർത്ഥിയായ കെ രാധാകൃഷ്ണൻ 54.41% വോട്ടുകൾ നേടിയപ്പോൾ UDF സ്ഥാനാർത്ഥി CC ശ്രീകുമാറിന് നേടാനായത് വെറും 28.71% വോട്ടുകൾ മാത്രമാണ്. BJP സ്ഥാനാർത്ഥിയായ ഷാജിമോന് കഴിഞ്ഞ തവണ നേടാനായതാവട്ടെ 15.68% വോട്ടുകളും. സംവരണ മണ്ഡലമായ ചേലക്കരയിൽ ഇടതുപക്ഷം ഇത്തവണ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് മുൻ MLA കൂടിയായ UR പ്രദീപിനെയാണ്. രാധാകൃഷ്ണന് മുമ്പ് ഇതേ മണ്ഡലത്തിൽ 2016 വിജയിച്ച ആളാണ് UR പ്രദീപ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ ചേലക്കര സംവരണ മണ്ഡലത്തിൽ അവർക്ക് ഇറക്കുവാൻ ആകെയുള്ള തുറുപ്പുചീട്ട് രമ്യ ഹരിദാസ് ആണെങ്കിലും ശക്തമായ ഇടതുപക്ഷ സ്വാധീനമുള്ള ചേലക്കരയിൽ വിജയസാധ്യത കണ്ടറിയണം. ഒരു MP എന്ന നിലയിൽ ശോഭിക്കുവാൻ കഴിയാത്തതും കഴിഞ്ഞ തവണത്തെ പരാജയവുമെല്ലാം ജയപരാജയങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. BJP സ്ഥാനാർത്ഥിയായ കെ ബാലകൃഷ്ണന് കഴിഞ്ഞ തവണത്തതിൽ നിന്നും വലിയ മുന്നേറ്റം നടത്തുവാൻ സാധ്യതയില്ല എന്നാണ് ഫീൽഡ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ അലയടിക്കുന്ന കടുത്ത ഇടത് ഭരണവിരുദ്ധ വികാരം തങ്ങൾക്ക് അനുകൂലമാകും. അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ തങ്ങൾ വിജയിക്കും എന്നാണ് UDF കണക്കുകൂട്ടൽ. എന്നാൽ കെ രാധാകൃഷ്ണൻ ഉണ്ടാക്കിയ ആ ലീഡ് നിലനിർത്തുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടത് സ്ഥാനാർത്ഥിയായ UR പ്രദീപ് 5000-നും 10,000-നും ഇടയ്ക്ക് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുവാനുള്ള സാധ്യതയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടലിൽ കാണുവാൻ സാധിക്കുന്നത്. രമ്യ 2ാം സ്ഥാനത്തും കെ രാധാകൃഷ്ണൻ 3ാം സ്ഥാനത്തും. രമ്യ ഹരിദാസ് വിജയിക്കുകയാണെങ്കിൽ കേരളത്തിൽ അത്രത്തോളം പിണറായി വിരുദ്ധ തരംഗമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ചേലക്കര ഇടതുപക്ഷത്തിന് ഇത്തവണ കൈവിട്ടു പോവുകയാണെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 20 സീറ്റുകൾ പോലും ലഭിക്കില്ല എന്ന് ഉറപ്പിക്കാം. ചേലക്കര ഇടതിന് ഇത്തവണ നഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇടതുമണ്ഡലം നിലനിർത്തി എന്ന അവകാശവാദം ഉന്നയിച്ച് പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അവർക്ക് നേരിടുവാൻ സാധിക്കും. മറിച്ച് ചേലക്കര നഷ്ടപ്പെട്ടാൽ
പിണറായിയുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല അവസരമായി പ്രതിയോഗികൾ ഈ അവസരത്തെ ഉപയോഗിക്കുകയും ചെയ്യും. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 മണ്ഡലങ്ങളും UDF-ന് ലഭിച്ചാൽ VD സതീശൻ UDF-ലെ അനിഷേധ്യ നേതാവായി മാറും. അദ്ദേഹം പറയുന്നത് പോലെ തുടർന്നുള്ള കാര്യങ്ങൾ കോൺഗ്രസിൽ നടക്കുകയും ചെയ്യും. പാലക്കാടും വയനാടും മാത്രം ലഭിച്ചാലും വലിയ പരിക്കേൽക്കാതെ അദ്ദേഹം രക്ഷപ്പെടും. എന്നാൽ പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. കെ സുരേന്ദ്രൻ വരാനുള്ള റിസൾട്ടിന്റെ സൂചിക എന്ന നിലയിൽ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ സംപൂജ്യ ഷർട്ടുമായിയാണ് കളത്തിലിറങ്ങിയത്. എന്നെ മാറ്റി ഏതവൻ വന്നാലും കേരളത്തിൽ താമര സമീപകാലത്തൊന്നും വിരിയുകയില്ല എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. അതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുന്നതോടെ ഒരാളുടെ രാഷ്ട്രീയ പ്രസക്തി തന്നെ നഷ്ടപ്പെടും. അത് മറ്റാരുടെയുമല്ല, സാക്ഷാൽ അമ്പൂക്കായുടെ, നിലമ്പൂരിലെ അമ്പൂക്കായുടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.